മേടിക്കണം കേട്ടോ. അത് ഇവിടെ ഒരു ക്രൂയിസ് വന്നതായിരുന്നു. അപ്പോൾ ക്രൂസിൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ സൗണ്ട് ഉണ്ടാക്കുക. ഇങ്ങനെയൊക്കെയല്ല, ഇങ്ങനെ ജസ്റ്റ് ഒരു ഹോണേ ഞാൻ കേട്ടിട്ടുള്ളൂ. എന്താണെന്നറിയില്ല, ഇപ്രാവശ്യം പുതിയ ഹോണായിരുന്നു. മേബി ക്രിസ്മസ് ആയതുകൊണ്ട് മേരി ക്രിസ്മസ് വല്ലതും പാടിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഞാൻ വെറുതെ ഇന്ന് പുറത്ത് പോവുകയാണ്. ആദ്യം ഇങ്ങനെ ചുമ്മാ മുടി വെച്ചിട്ടാന്ന് വെച്ചു കേട്ടോ. പിന്നെ നല്ല ഒടുക്കത്തെ കാറ്റാണ്, നിങ്ങൾ തന്നെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടോ, ഭയങ്കര കാറ്റാണ്. അതുകൊണ്ട് ഇങ്ങനെ മുടി ഇങ്ങനെ കെട്ടാമെന്ന് ഓർത്തു. പിന്നെ അതൊക്കെ മാറ്റി ഒരു ക്ലിപ്പൊക്കെ കെട്ടിയിട്ടോ. എന്താണെങ്കിലും മുൻഷിപ്പിൽ കെട്ടി എനിക്ക് ഇഷ്ടമായി. പിന്നെ വേണ്ടാന്ന് വെച്ചു. പിന്നെ വലിയൊരു കണ്ണാടി, എന്നെക്കാളും വലിയ കണ്ണാടിയല്ല, പുതിയ കണ്ണാടി ഒന്ന് മേടിച്ചതാണ്. അങ്ങനെ എന്തായാലും ഞാനിങ്ങനെ സൈക്കിളിൽ മറ്റേ ഈ സ്കൂട്ടറുണ്ട്, അതിനകത്താണ് പോയത്. ഞാനിപ്പോൾ പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ തിന്നാൻ ഡംപ്ലിങ്സ് ആണ് ഇത്. ചിക്കൻ ഡംപ്ലിങ്സ് ആയിരുന്നു കേട്ടോ. നമ്മുടെ മോമോസ് തന്നെ കേട്ടോ ബെറ്റർ. എനിക്ക് ഈ ഡംപ്ലിങ്സ് വലിയ അങ്ങോട്ട് ഇഷ്ടമായില്ല. പിന്നെ അതിൻ്റെ നോക്കിക്കൊണ്ട് ഒരു മുടി, ആ ചേച്ചിയുടെ മുടിയാണെന്ന് എനിക്ക് തോന്നുന്നത്, എനിക്കറിയില്ല. എന്താണ് ഇവിടെ നൈറ്റ് മാർക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ നമുക്ക് ശരിക്കും നമ്മുടെ മോമോസിലാണെങ്കിൽ നല്ല ഫില്ലിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഞാനിപ്പോൾ എവിടെ പോയാലും ബുക്ക് എടുത്തിട്ട് പോകാറുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് കാണട്ടെ ഞാൻ വായിക്കുന്ന ആളാണെന്ന്. പിന്നെ ഈ ബുക്ക് എടുത്ത് അടി കിട്ടുമെന്ന് എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. ഇതാണ് ലോസ്റ്റ് സിമ്പിൾ, നമ്മുടെ ഡാൻ ബ്രൗൺ ഇല്ല, നമ്മുടെ ഡാവിഞ്ചി കോഡ് ബുക്ക് എഴുതിയ ആളുടെ വേറൊരു ബുക്കാണ് കേട്ടോ. അപ്പോൾ ഡാവിഞ്ചി കോഡ് ഞാൻ മുന്നേ നാട്ടിലിടുന്ന സമയത്ത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നേ. ഇതിപ്പോൾ ഞാൻ എന്താ പറയണമെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്താണെന്ന് ഞാൻ തനിയെ പിറുപുറത്തോണ്ടിരിക്കുകയാണ്. ഞാൻ തനിയാണ് കേട്ടോ ഒന്ന് പോയത്. കണ്ടില്ലേ, ഒരു മനുഷ്യരില്ല, കടകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ചായ തന്നെ ഞാൻ ഒരു ഇന്ത്യൻ സ്റ്റോർ ഉണ്ട് കേട്ടോ, അവിടെ തന്നെ അവർ ചോദിച്ചായിരുന്നു സിറ്റി തന്നെയാണ് താമസിക്കുന്നത്, കാരണം വെളിയിലുള്ള ആരും വന്നില്ല എന്ന്. അങ്ങനെ അവിടെ നിന്ന് പോയിട്ട് ദഹിപ്പൂരി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇവിടുത്തെ ദഹിപ്പൂരി നല്ല ടേസ്റ്റാണ്. ഇവിടുത്തെ ദഹിപ്പൂരി ഒരു ചായയൊക്കെ മേടിച്ച് കുടിച്ചായിരുന്നു കേട്ടോ. ഇവിടുത്തെ ചായ ഇസ് ലൈക്ക് മസാല ചായയാണ്, അതുകൊണ്ട് തന്നെ അതുകൊണ്ട് മേടിച്ച് കുടിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം വെളിയിലിരുന്ന് പുസ്തകമൊക്കെ വായിച്ച് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തനിയൊക്കെ നടന്ന് ഒരു സെൽഫ് ഡേറ്റ്. എന്നൊക്കെ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ തനിയൊക്കെ വെളിയിൽ പോകുമ്പോൾ നമ്മൾ എന്ത് ഡേറ്റ് എന്നൊക്കെ പറയുമല്ലേ. ഇപ്പോൾ എല്ലാം സോളോ ഡേറ്റ്, സെൽഫ് ഡേറ്റ്, ഫ്രണ്ട് ഡേറ്റ് എല്ലാം ഡേറ്റിലോട്ട് മാറിയിരിക്കുകയാണ്. എന്താണെങ്കിലും അങ്ങനെ ഒരു ഡേറ്റിന് പോയതാണ് കേട്ടോ ഞാൻ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഡേറ്റ് ഒന്നും ഇല്ല. ഞാൻ വെറുതെ വെളിയിൽ പോയിരുന്നു, ഫുഡ് കഴിച്ചു, ബുക്ക് വായിച്ചു, തിരിച്ചു വന്നു കേട്ടോ. ഇതൊക്കെ പണ്ടും ചെയ്യാറുണ്ടായിരുന്നു തന്നെയാണ്. പിന്നെ ഡേറ്റ് സ്പെഷ്യലൈസ് ചെയ്യുമ്പോൾ എന്തോ ഒരു സ്പെഷ്യാലിറ്റി തന്നെ തോന്നാറുണ്ട് കേട്ടോ. എന്താണെങ്കിലും അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ എടുത്തിട്ട് പോയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞുകൊണ്ട് ബൈ, സീ യു ലൈറ്റർ. പിന്നെ ക്രൂസിൻ്റെ ബാക്കി സൗണ്ട് ഇപ്പോൾ വരും കേട്ടോ.